ഹായ്, ഇന്ന് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഒരു റൊമാൻറ്റിക് കപ്പിളിനെയാണ് നമ്മൾ ഇന്ന് ബോട്ടിലിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ ഒരു ലവ് കോട്ടം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബോട്ടിൽ പ്രിപ്പയർ ചെയ്യണം. ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് ബോട്ടിലിന് നമ്മളൊരു വൈറ്റ് ബേസ് കോട്ട് അടിക്കുകയാണ്. ആക്രിലിക്കിൻ്റെ 2 കോട്ട് അടിക്കണം കളറ്, എങ്കിലേ ആവശ്യത്തിനുള്ളൊരു കട്ടി നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. 2 ലെയറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ ബേസ് കോട്ട് ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. റെഡ്, ഓറഞ്ച്, യെല്ലോ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ ടോപ്പിൽ റെഡ് കളറും മിഡിൽ പാർട്ടിൽ ഓറഞ്ചും താഴെ യെല്ലോവും ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ റെഡ് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഓറഞ്ച് കുപ്പിയിൽ അടിക്കുമ്പോൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് വേണം തുടങ്ങാനായിട്ട്. ഓറഞ്ച് ഏകദേശം കൊടുത്ത് കഴിയാറായി. ഓറഞ്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിൽ യെല്ലോ കൊടുക്കാം. യെല്ലോ കളറും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയാൽ നമുക്ക് ചിത്രം വരച്ച് തുടങ്ങാം. റൊമാൻറ്റിക് കപ്പിൾ PNG എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഇമേജസ് കിട്ടും. അങ്ങനെ ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ട്രേസ് ചെയ്തെടുക്കണം ബോട്ടിലേക്ക്. കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഔട്ട്ലൈൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതൊന്നുകൂടി കട്ടിയാക്കാൻ വേണ്ടിയിട്ട് CD മാർക്കർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ നല്ല ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഉള്ളിൽ കളറ് ഫില്ല് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ CD മാർക്കർ വെച്ച് ഒന്നുകൂടി കട്ടിക്ക് വരയ്ക്കുന്നത്. ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആക്രിലിക് കളർ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമ്പർ 1 ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഔട്ട്ലൈനിൻ്റെ അവിടെ നിന്ന് പെയിൻറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. എത്ര ചെറിയ നമ്പറിലുള്ള ബ്രഷ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൂക്കും ലിപ്സൊക്കെ വരയ്ക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൂടുതലല്ലേ. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വരച്ചില്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അത്ര വൃത്തിക്ക് കിട്ടില്ല. വലിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് അത്ര വൃത്തിക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ വലിയ ബ്രഷ് യൂസ് ചെയ്താലും ഈ പുറമേയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വരയ്ക്കുമ്പോൾ ചെറിയ ബ്രഷ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതാണ് നല്ലത്. മാത്രമല്ല അത് വരയ്ക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് പതുക്കെ സമയമെടുത്ത് വേണം വരയ്ക്കാൻ. പെട്ടെന്ന് നമ്മൾ തിരക്കിൽ വരച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അപ്പോൾ ഈ ആർട്ട് മൊത്തം സ്പോയിലാവും. ഏകദേശം നമ്മുടെ കപ്പിള് റെഡി ആയിട്ടുണ്ട്. പിന്നെ കപ്പിളിൻ്റെ കാലിൻ്റെ ഭാഗത്തേക്ക് ഫുൾ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ അവിടെ വേറെ കളർ കൊടുക്കുന്നുണ്ട്. ഇനി സൈഡിലായിട്ടൊരു ട്രീ വരച്ചു കൊടുക്കുകയാണ്. മരം പിന്നെ ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഐഡിയക്ക് ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുള്ളൊരു മരം വരയ്ക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ളൊരു മരം വരയ്ക്കാം. ഇപ്പോൾ ലീവ്സൊക്കെ ഫിനിഷ് ചെയ്യാൻ പോവാണ്. ലീവ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ ഓറഞ്ച് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറിൽ നമ്മൾ എന്ത് വരച്ചാലും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇപ്പം നമ്മുടെ ട്രീയും അതിന് താഴെയുള്ള കപ്പിളും റെഡിയാണ്. ഇനി ഒരു ബേസായിട്ട് കുറച്ച് പുല്ലും മണ്ണൊക്കെ നിൽക്കുന്ന രീതിയിൽ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി താഴെ ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. താഴെ ഇങ്ങനെ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് കുറച്ച് ഇങ്ങനെ സ്ട്രോക്സ് മേലോട്ട് എടുക്കുക, കാരണം ഒരു പുല്ലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പിക്ചർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പിക്ചർ പാർട്ട് കഴിഞ്ഞു. കണ്ടല്ലോ, കൊള്ളാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഈ ഭാഗം നമുക്ക് പെയിൻറ്റ് ചെയ്യാതെയും വയ്ക്കാം, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ലവ് കോട്ട് എഴുതണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാനൊരു കോട്ട് എഴുതാമെന്ന് വിചാരിച്ചു.
അതിന് വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റ് എന്നൊരു കോട്ട് തപ്പിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഞാനത് എഴുതാനും പോണത്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് ട്രേസ് ചെയ്തിട്ട് വൃത്തിക്ക് എഴുതാം. ഞാനിത് ഒന്ന് തന്നെ എന്താ പറയുക, ട്രേസ് ചെയ്യാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. CD മാർക്കർ വെച്ചിട്ടാണ് ഇത് എഴുതുന്നത്. മാർക്കർ വെച്ച് എഴുതി കഴിഞ്ഞു. ഇനി അത് കുറച്ചുകൂടെ കട്ടിയാക്കാനായിട്ട് ഞാൻ പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ എഴുതി കൊടുക്കുകയാണ്. ബ്രഷ് വെച്ച് എഴുതുമ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ തെറ്റാതെ വരയ്ക്കണം, അല്ലെങ്കിൽ പിന്നെ കേടായിപ്പോവും. ഇങ്ങനെ എഴുതാനൊക്കെ കയ്യിലുള്ള ഏറ്റവും ചെറിയ ബ്രഷ്, ഇതിൽ ഞാൻ നമ്പർ 1 ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ കോട്ട് റെഡി. ഇനി ചെറിയൊരു ഡെക്കറേഷൻ കൂടി ബാക്കിയുണ്ട്. നമ്മുടെ കോട്ടിൻ്റെ സൈഡിലായിട്ട് 2-3 ഹാർട്ട് വരയ്ക്കാൻ പോവാണ്. ഈ ഹാർട്ടിൻ്റെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഞാനൊരു റെഡ് ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ബോട്ടിൽ ഫുൾ ഫിനിഷായി. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ക്ലിയർ വാർണിഷ് അടിക്കാം. ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി. ബൈ.